Hello everyone, welcome back to the channel. ഈ വീഡിയോയിൽ ഫ്യൂ വേഴ്സസ് എ ഫ്യൂ, ഫ്യൂ എന്നുള്ള വാക്കും എ ഫ്യൂ എന്നുള്ള വാക്കും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്, സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാൻ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കാം. ഫ്യൂ ആണെങ്കിലും എ ഫ്യൂ ആണെങ്കിലും കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് ഇത് യൂസ് ചെയ്യുക. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ട്സ്, കൂട്ടുകാർ, നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പറ്റുന്ന അങ്ങനത്തെ നൗൺസിനെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. എണ്ണാൻ പറ്റാത്തത് അൺകൗണ്ടബിൾ ആണ്. അത് ലിറ്റിൽ എ ലിറ്റിൽ വരുന്നതാണ്. നമുക്കിപ്പോൾ ഫ്യൂ എ ഫ്യൂ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നോട്ട് മെനി, അധികമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് ഇല്ല എന്നാണ് ഫ്യൂവിൻ്റെ മീനിങ്. ഫ്യൂവിൻ്റെ മീനിങ് ഒട്ടുമില്ല എന്നല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. ഫ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ അതിൻ്റെ അർത്ഥം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആവശ്യത്തിനുള്ളത് ഇല്ല, അങ്ങനെയൊരു നെഗറ്റീവ് ഐഡിയ അതിലുണ്ട്. ഓക്കെ, ഫ്യൂ എന്ന് പറയുന്ന വാക്കിന് ആവശ്യത്തിനുള്ളത് ഇല്ല, അതായത് നെഗറ്റീവ് സെൻസ്, ഒരു നെഗറ്റീവ് ഐഡിയ അവിടെ വരുന്നുണ്ട്. നെഗറ്റീവ് അങ്ങനെ പറയാനുള്ള റീസൺ സഫിഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പോരെ, ഇച്ചിരി കൂടി വേണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ് ഫ്യൂ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്മോൾ നമ്പർ എന്നുള്ളത് അല്ലെങ്കിൽ നോട്ട് മെനി എന്നൊക്കെ ഓർക്കുമ്പോൾ അത് ഫ്യൂ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എ ഫ്യൂ. എ ഫ്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുറച്ച് കൂടുതൽ, ഓക്കെ, അതായത് അല്പം കൂടി ഉണ്ടെന്നുള്ളത് ഓർത്താൽ മതി. എ ഫ്യൂ എന്ന് പറയുമ്പോൾ അല്പം കൂടി ഉണ്ടെന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇത് സം എന്നുള്ളതാണ്. സം എന്ന് പറയുമ്പോൾ സ്മോൾ നമ്പർ അല്ല, ഒരു സിഗ്നിഫിക്കൻറ്റ് നമ്പർ. സിഗ്നിഫിക്കൻറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇതൊരു പോസിറ്റീവ് സെൻസിൽ എടുക്കേണ്ട കാര്യമാണ്. ഇവിടെ ഫ്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെൻസാണ്, ആവശ്യത്തിനില്ല. പക്ഷേ എ ഫ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട്. ഓക്കെ, പിന്നെ നോക്കിയേ, എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. ആദ്യത്തെ കേസിൽ ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും തന്നെ ഇല്ല എന്ന് കരുതി എനിക്ക് ഫ്രണ്ട്സേ ഇല്ല എന്ന് മീനിങ് ഇല്ല. കുറച്ച് ഫ്രണ്ട്സ് എനിക്കുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു 1-2 ഫ്രണ്ട്സൊക്കെ എനിക്കുള്ളൂ. അങ്ങനെയൊക്കെ പറയാനാണ് ഈ പറയുന്ന ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്നുള്ളത് യൂസ് ചെയ്യാം. എന്നാൽ കുഴപ്പമില്ല, കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്, അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് എന്ന് യൂസ് ചെയ്യാം. കണ്ടോ, ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ ഫ്യൂ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് മീനിങ് ആണ്, അധികം ഇല്ല എന്നുള്ളതാണ്. എ ഫ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു പോസിറ്റീവ് മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്യൂവും എ ഫ്യൂവും തമ്മിലുള്ള ഡിഫറൻസസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.